ഉള്ള വൈറേഷൻ ലൈസൻസ് ഇല്ലാതെ ഒരു നിർമ്മാണവും ലൈസൻസ് ഇല്ലാതെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പാടില്ല. റൂൾ 23 പ്രകാരം ആവശ്യമായിട്ടുള്ള ഓപ്പൺ സ്പേസ് വിട്ടിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ വയലേഷൻ. അതുപോലെ തന്നെ ഈ റോഡ് 21 മീറ്റർ വൈഡനിങ് ഉള്ളതാണ്. ആ വൈഡനിങ്ങിൻ്റെ അകത്താണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബിൽഡിംഗ് പൊളിച്ചു കളയുക മാത്രമേ നിർത്തിയുള്ളൂ. പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യവും ഇവിടെ നടത്തണ്ട എന്നുള്ളത് തന്നെയാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിൽ വലിയ രീതിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു അനധികൃത നിർമ്മാണത്തിന് കടിഞ്ഞാൺ ഇടുകയാണ് തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. സംസം ഇയ എന്ന് പറഞ്ഞുള്ളൊരു പുതിയ റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഇക്കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അപാകതകൾ നഗരസഭാ സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു. അന്ന് തന്നെ ഈ ഒരു നിർമ്മാണം നിർത്തിവെക്കണം എന്നുള്ള തരത്തിൽ സ്റ്റോപ്പ് മെമ്മോ നഗരസഭ നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിലവിലിപ്പോൾ ഈ ഒരു കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഭക്ഷണ വിതരണം അടക്കം നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഇത്തരത്തിൽ അതിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഒരു നിർമ്മാണം നടത്തുകയായിരുന്നു. അതിൻ്റെ പ്രവർത്തനം, ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ നിർമ്മാണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി അതിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ നിലവിലിപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥരും ചെയർപേഴ്സണും അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ നേരിട്ട് എത്തിയിരിക്കുകയാണ്. മീറ്റർ വൈഡനിങ് ആണ് സാർ. 21 മീറ്റർ വൈഡനിങ്, 4 മീറ്റർ വേണ്ട. കൺസ്യൂമർ ഏരിയ ആവാതിരുന്നാണ് അപ്പുറത്ത് 23 വൈകുന്നേരം ശോഭം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ നമ്മുടെ അവസ്ഥ ആയിരിക്കില്ല. അല്ല, ബിൽഡിംഗ് ഒരു വർഷമായിട്ട് ഉള്ള വൈറേഷൻ ഇത് റൂൾ 23 ഫ്രണ്ടില് റോഡ് വൈഡനിങ് മറ്റു സൈഡ് വഴി ഫോട്ടോ ആയിരിക്കും. ഇവിടെ
അവിടെ നമുക്ക് ഒരു ജനലിലേക്ക് അറിവുമോ അതിന് ഫ്രണ്ട് ഭാഗം എന്റെ ഇല്ല വേണ്ട അപ്പൊ 50 മതി. ഇതിപ്പോ ലൈസൻസ് കൊടുക്കണമെന്നാണ്. രാത്രി ചെയ്ത് തീർക്കുന്ന ലൈസൻസ് കിട്ടും തുടങ്ങി വർക്ക് ചെയ്യാൻ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ടേ ഇല്ല അത് നിങ്ങളാണോ അത് 11-ാം തീയതി സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നത്തും അവർക്ക് ഹോട്ടൽ നടത്താൻ അവരിൽ ആരും കൊണ്ട് വെക്കേണ്ട ഇത് ഇവിടെ 11-ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ളതാണ്. അതിനിടയ്ക്ക് കൺസ്ട്രക്ഷൻ നടത്തി ഇന്നിവിടെ ഇനാഗുറേഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷനെല്ലാം ക്യാൻസൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളെയൊക്കെ തടസ്സം നമ്മുടെ നഗരസഭയുടെ അനുമതിയോടുകൂടി അല്ലാത്തതൊക്കെ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് കാണുമ്പോൾ ഇന്നത്തെ ഇത് സ്റ്റോപ്പ് മെമ്മോയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. ഇതിന് അനധികൃത നിർമ്മാണമായതുകൊണ്ട് നഗരസഭ തന്നെ ഈ 11-ാം തീയതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇപ്പോൾ അത് കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇതിന് ലൈസൻസിന് ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ലൈസൻസ് ഇല്ലാതെ ഒരു നിർമ്മാണവും ലൈസൻസില്ലാതെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. അനധികൃത നിർമ്മാണത്തിൽ ഒരിക്കലും ലൈസൻസ് എടുക്കാനും സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവർത്തനം നിർത്തിവെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നഗരസഭയിൽ നിന്നും പെർമിറ്റും ലൈസൻസും കിട്ടിയതിന് ശേഷം മാത്രമേ സ്ഥാപനം തുടങ്ങാൻ പാടുള്ളൂ. ബിൽഡിംഗ് നിലവിൽ പക്ക വയലേഷനാണ്. നിർമ്മാണത്തിലെ വയലേഷൻ എന്നിട്ട് റൂൾ 23 പ്രകാരം ആവശ്യമായിട്ടുള്ള ഓപ്പൺ സ്പേസ് വിട്ടിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ വയലേഷൻ. അതുപോലെ തന്നെ ഈ റോഡ് 21 മീറ്റർ വൈഡനിങ് ഉള്ളതാണ്. ആ വൈഡനിങ്ങിൻ്റെ അകത്താണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബിൽഡിംഗ് പൊളിച്ചു കളയുക മാത്രമേ നിർത്തിയുള്ളൂ. പെർമിഷൻ ഇല്ലാതെ
ഒരു കാര്യവും ഇവിടെ നടത്തണ്ട എന്നുള്ളത് തന്നെയാണ്. മേയർ ഇന്ന് രാവിലെ തൊട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2-3 സ്ഥലങ്ങളിൽ മേയർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടും വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പം നഗരസഭയുടെ അനുമതിയില്ലാതെ നഗരസഭയുടെ സ്ഥലത്ത് ഈ റോഡ് തടസ്സം, വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം, ഇതൊക്കെ ഒരുപാട് രൂക്ഷമാണ്. അപ്പം ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് നഗരസഭയെ അറിയിക്കാതെ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കെട്ടിടം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ലീസിന് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം അവർ നിർമ്മാണം നടത്തിയിരിക്കുകയാണ് ചെയ്തത് ഹോട്ടലിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അത് ഒരു യാതൊരുവിധ നിയമവും പാലിക്കാതെ, കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ പാലിക്കാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ക വയലേഷനാണ്. അപ്പോൾ അത് ഇനി സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സ്ഥിതിക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് 406 വകുപ്പ് പ്രകാരം പ്രൊവിഷണൽ ഓർഡർ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ പാടില്ല എന്ന് ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങാതിരിക്കാനായിട്ട്. മേഡം, ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതിനും അതെ, ഭയമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷേ ഇനി അങ്ങോട്ട് നടക്കില്ല എന്നുള്ളത് വളരെ സ്ട്രിക്റ്റായിട്ട് മേയർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നഗരസഭയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം മാത്രമേ കടകൾക്കും അല്ലാതെ ബിൽഡിങ്സുകൾക്കും ഒക്കെ ചെയ്യാൻ ഇനിയൊരു പെർമിഷനുള്ളൂ. നഗരസഭയുടെ പെർമിറ്റ് ഇല്ലാതെ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതിനനുസരിച്ച് ആൾക്കാരെ ഇറങ്ങുന്നുണ്ട്, നോക്കിയിട്ട് അതിന് സ്റ്റോപ്പ് മെമ്മോ ഏതായിരുന്നാലും. ഇന്ന് ഇവിടെ ഉദ്ഘാടനമാണ്. എന്ത് ആറ്റിറ്റ്യൂഡാണ് അവരുടേതെന്ന് അറിയില്ല. ഇന്ന് 11ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. എന്നിട്ട് കൂടി ഇനി അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. അത് മാത്രം. ഇന്നലെ മേയറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് ഇതും വന്നത്. അപ്പോൾ ഇന്ന് തന്നെ അവിടെ ഓഫീസുള്ള ദിവസം തന്നെ വന്നു. ഇവരുടെ റിപ്ലൈ ഇവിടെ ആരും ഒന്നും പറയാനില്ല. അതിന് ലീസിനെടുത്ത ആൾ വന്നിട്ടില്ല. ഓണറിന്, സ്ഥലത്തിൻ്റെ ഓണർ എവിടെയോ താമസിക്കുന്നതാണെന്ന് പറയുന്നു. അവർക്കും അതിന് ബാധകമല്ല എന്ന് പറയുവാണ്. അപ്പോൾ ഇന്നിവിടെ ഉദ്ഘാടനം നടത്തുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. വരട്ടെ, കോർപ്പറേഷനിൽ വരട്ടെ, അപ്പോൾ പിന്നെ ബാക്കി. നിങ്ങൾ നിയമപരമായിട്ട് ചട്ടത്തിൻ്റെ അനുമതി എടുക്കുക. അതിനുശേഷം ലൈസൻസിന് എന്തായാലും ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥരോട് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ നിയമവിധേയമായി ചെയ്യുക. ബിസിനസ് ചെയ്യുക നല്ല കാര്യമാണ്. കാരണം അത് നിയമവിധേയമായിട്ട് ചെയ്യാനുള്ളതാണ്. കൺസ്ട്രക്ഷൻ നടന്നത് കണ്ടായിരുന്നോ? എത്ര ദിവസം കൊണ്ട് നടത്തിയത്? 4 ദിവസം. ശ്രദ്ധിച്ചോണം കേട്ടോ. ഒന്നാമത് മെയിൻ റോഡും കൂടിയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള അനധികൃത നിർമ്മാണം തന്നെയാണ് തലസ്ഥാനത്ത് ഈ ഒരു റെസ്റ്റോറൻറ്റുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. അതായത് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിൻ്റെ പ്രവർത്തനവും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിന് പൂർണ്ണമായുള്ള പൂട്ടിട്ടിരിക്കുകയാണ് നഗരസഭ. ചെയർപേഴ്സൺ ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഈ ഒരു ഹോട്ടലിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കാനാണ് നിലവിലിപ്പോൾ ഈ ഹോട്ടൽ ഉടമകളോട് അടക്കം നിലവിലിപ്പോൾ നഗരസഭ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.